ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നത് സോയ ചങ്ക്സിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ ഇത്ര ടേസ്റ്റിൽ ബീഫ് ഫ്രൈ ചെയ്യുന്ന പോലെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു കപ്പ് 250 ml ഒരു കപ്പ് സോയാബീൻ എടുക്കുന്നുള്ളൂ. ഇത് തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം. നോർമൽ വാട്ടറിലാണ് കേട്ടോ ഞാൻ കഴുകണത്. കഴുകിയതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ നല്ല വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ഞാൻ എരിവില്ലാത്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ, ഫെനൽ സീഡ്സിൻ്റെ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സോയാബീൻ നടുവായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മളെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് കേട്ടോ. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇപ്പോൾ എടുക്കുന്നുണ്ട്. നമുക്ക് ഒഴിച്ച് നോക്കാം എത്ര വേണം. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ അതിൻ്റെ പകുതി എടുത്തതിൻ്റെ പകുതി വെള്ളം ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ആ മസാല എല്ലാം ഈ സോയാബീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് പിഴിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. എന്നിട്ട് നമുക്കൊരു 3 വിസലിന് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസലിന്. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതിലുള്ള വെള്ളം കുറച്ച് അങ്ങനെ തന്നെ ഉണ്ട്. ഇത്ര കുറച്ച് സോയാബീൻ ആയാലും മസാലയൊക്കെ നമ്മൾ ഇട്ടാൽ അത്ര തന്നെ വേണം കേട്ടോ. കാരണം സോയാബീൻ്റെ ആ ഒരു ചൊയ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മസാല കൂടുതലായെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ ഇത് പൊരിച്ചെടുക്കേണ്ടത് അങ്ങനെ ഒരു പാത്രം വെച്ച്, ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം അടക്കം ഈ മസാല അടക്കം നമ്മളെ സോയാബീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ആ വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഉപ്പ് കൂടി പോവാതെ നോക്കണം കേട്ടോ. കാരണം ഇത് ഇനി വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ആയിരിക്കും. നേരത്തെ നമ്മൾ വേവിക്കുമ്പോൾ എത്ര കറക്റ്റാക്കി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഇനി പൊരിച്ചെടുക്കുമ്പോഴേക്കും ആ കറക്റ്റ് ഉപ്പായിരിക്കും. ഇനി നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം, ആ മസാല ഉണ്ടല്ലോ, അത് വറ്റുന്ന വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് ഒരു കുഞ്ഞ് പീസ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഈ ഒരു ഏകദേശം ഈ വറ്റി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു 2-3 അല്ലി
കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ അടിച്ചു വെക്കാം. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഇതിപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ച ഇതെല്ലാം മസാല എല്ലാം ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കൊരു പച്ചമുളക് നടുവിൽ കീറിയതും ഒരു 4 ഇല കറിവേപ്പിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം അതാ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടല്ലോ പണി ഏകദേശം കഴിഞ്ഞ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ശരിക്കും ബീഫ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കില്ല, അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്.